ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയാണ്, കേരള സ്റ്റൈൽ ഫിഷ് ബിരിയാണി. അപ്പോൾ ബിരിയാണികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പ്രോൺസും ഫിഷുമാണ്. അത് ലൈറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ റെസിപ്പി സിമ്പിളാണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിറയെ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ മീൻ ക്ലീൻ ചെയ്തിട്ട് അതിനെ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സിയർ ഫിഷാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി മീനിൽ നന്നായിട്ട് പെരട്ടി പിടിപ്പിച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാന് മീഡിയം ഹൈ ഹീറ്റിൽ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ മീൻ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നമുക്കിതൊരു 80% കുക്കാവണ വരെ ഒന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. എല്ലാം മീനിൻ്റെ കഷ്ണങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് രണ്ട് സൈഡിൽ നിന്നും ഒരു 80% കുക്കാവണ വരെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം. ഒരു സൈഡ് റെഡി ആകുമ്പോൾ അടുത്ത സൈഡിലേക്ക് മറിച്ചിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് ബാക്കി എണ്ണ ആ പാനിൽ തന്നെ അവിടെ ഇരുന്നോട്ടെ. വേറൊരു പാത്രത്തിൽ മീഡിയം ഹൈ ഹീറ്റിൽ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടി ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ കുറച്ച് മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ മാറ്റി വയ്ക്കുക. ഇത് രണ്ടും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് സവാള നേരിയതായിട്ട് അരിഞ്ഞതും കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഗോൾഡൻ ബ്രൗൺ നേരമായിട്ടുണ്ട്. ഇനി ഇതും സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് മീനിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ മീൻ വറുത്ത് ബാക്കി ഉണ്ടായിരുന്ന എണ്ണയിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മീഡിയം ഹൈ ഹീറ്റിൽ ചൂടാക്കി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളിയും കൂടെ ചതച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നേരിയതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി സോഫ്റ്റ് ആകുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയൊക്കെ കുക്കായി തക്കാളിയൊക്കെ ഉടഞ്ഞ് റെഡി ആവണ വരെ നമുക്കിത് അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മസാലയിലേക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഫ്രഷായിട്ട് വറുത്ത് പൊടിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഗരം മസാല പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ വറുത്ത് കോരി വെച്ച സവാളയിൽ നിന്ന് അതിൽ നിന്ന് ഒരു പകുതി ഭാഗം, ഒരു 3/4 ഭാഗം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഗാർണിഷിംഗ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒരു ഗ്രേവി പരുവത്തിലാക്കിയിട്ട് ഗ്രേവി റെഡി ആകുമ്പോൾ അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങളിട്ട് മസാലയിൽ പൊതിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ടത് മാറ്റി സൈഡിലേക്ക് വയ്ക്കുക. അപ്പോൾ മീൻ ഉടഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. മസാല ഇട്ടിട്ടൊന്ന് മൂടി വയ്ക്കുക. അപ്പോൾ അത് നന്നായിട്ട് മീനിലേക്കൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. അപ്പോൾ 2-3 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് ഞാൻ ഗ്യാസിൽ നിന്ന് ഇറക്കി വയ്ക്കാൻ പോവാണ്. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം.
അപ്പോൾ അതിനായിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഹോൾ മസാല ചേർത്തിട്ടുണ്ട്. മീഡിയം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ജീരകശാല അരി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാലാൻ വെച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് ലൈം ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും പിന്നെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരി നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അരിയുടെ മുകൾ ഭാഗത്ത് വെള്ളം മുഴുവൻ വറ്റി ഡ്രൈ ആയിട്ട് അകത്ത് കുറച്ച് മോയ്സ്ചർ ഉള്ളത് വരയ്ക്ക് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതാണ് ഈ അരിയുടെ പാകം. ഏകദേശം 80% കുക്കായിരിക്കണം. ഇനി ഇത് അടുപ്പത്തു നിന്ന് മാറ്റി വയ്ക്കാം. അരി മാറ്റിയിട്ട് അതേ പാനിൽ ഞാൻ 1 ലെയർ അരി ചോറ് അടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കി സാധനങ്ങൾ ലെയർ ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ മല്ലിയില പുതിനയില ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം മീനിൻ്റെ മസാല നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് മീൻ കഷ്ണങ്ങളും മസാലയായിട്ട് 1 ലെയർ ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ പിന്നെയും ചോറ് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ നേരത്തെ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മുകളിൽ ആഡ് ചെയ്യുക. അങ്ങനെ ഫുൾ ചോറും മീനും തീരണ വരെ നമ്മളിത് ലെയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചോറിട്ടു, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പിന്നെയും മീൻ വെച്ച് കൊടുക്കുക, പിന്നെ മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കുക. അങ്ങനെ ലെയറായിട്ട് നമുക്കിത് ആഡ് ചെയ്ത് വരാം. അവസാനത്തെ ലെയർ ആകുമ്പോൾ ബാക്കി വരുന്ന മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ ബാക്കിയുള്ള സവാള അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ദം ചെയ്യാം. അതിനായിട്ട് ഒരു തവ ഞാനിങ്ങനെ സ്റ്റോവിൽ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. അതിൻ്റെ മുകളിൽ ഈ പാത്രം, ബിരിയാണിയുടെ പാത്രം വെക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ടൈറ്റായിട്ടുള്ള ഒരു അടപ്പിട്ടിട്ട് മൂടി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ദം വയ്ക്കാം. അപ്പോൾ എൻ്റെ ഈ ലിഡിൽ ഒരു ഹോൾ ഉള്ളതുകൊണ്ട് അതൊന്ന് ഞാനൊരു കരാമ്പ് വെച്ച് അടയ്ക്കുകയാണ്. ഇനി ഇത് നല്ലോണം ദമ്മാവട്ടെ. ഒരു 20-25 മിനിറ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ചൂടാവുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ബിരിയാണി റെഡിയാവും. അപ്പോൾ നമുക്ക് ബിരിയാണി ഒരു പാത്രത്തിലേക്ക് വിളമ്പാം. അപ്പോൾ മീനിൻ്റെ കഷ്ണവും അരിയും ഒക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഒരു സൂപ്പർ ടേസ്റ്റി ബിരിയാണി. കുറച്ച് നാരങ്ങ അച്ചാർ, പപ്പടം, പിന്നെ കുറച്ച് സാലഡും കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.